മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ, അതിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ പ്രതികരിക്കും. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ യോജിച്ചു പോകുന്നു അവരെന്നെ പറഞ്ഞു. അതോടെ പ്രശ്നം അവസാനിച്ചു. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമായി അത് മാറും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങളായിട്ട് രാഷ്ട്രീയ പ്രശ്നമാക്കണ്ട. നിരന്തരം സദാചാര പ്രശ്നങ്ങളിൽ പെടുന്ന ഒരാൾക്കെതിരെയാണല്ലോ ആരോപണം ഉയർന്നത്. സ്വാഭാവികമായിട്ട് അത് സഭയുടെ ഒക്കെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ? ഇനിയിപ്പോൾ ഏതായാലും സഭ ഇപ്പോൾ ഇല്ല, തെരഞ്ഞെടുപ്പിലേക്ക് അതൊരു ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു 2-3 ദിവസം കൊണ്ട് ഇലക്ഷൻ വരും, പിന്നീട് വി ക്യാൻ ലീവ് ഇറ്റ് ടു പീപ്പിൾ. അവർ തീരുമാനിക്കട്ടെ. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണല്ലോ, അവർ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ അതിനകത്ത് ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. സ്പീക്കർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നു, പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി എന്നെ സ്പീക്കറായി തീരുമാനിച്ചു. സ്വാഭാവികം അൺബയസ്ഡായി പ്രവർത്തിക്കണം. എൻ്റെ പൂർണ്ണ ബോധ്യം സഭക്കകത്ത് അൺബയസ്ഡായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൺബയസ്ഡായി, ഞാനൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, സ്വാഭാവികം എനിക്ക് രാഷ്ട്രീയം പറയേണ്ടി വരും. സ്വാഭാവികമായി ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. നമ്മൾ ജനങ്ങൾക്ക് ഇവിടെ, അതിന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. യെസ്, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അവർ തീരുമാനിക്കട്ടെ. യെസ്, ആദ്യമായല്ല ഈ കെ ബി ഗണേഷ് കുമാറിന്റെ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ഭാര്യയുമായി ഈ സമ്മാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തരത്തിലുണ്ടാവുകയാണ്. മന്ത്രിമാർക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഏതായി കഴിഞ്ഞാൽ ഏത് വിഷയമായി കഴിഞ്ഞാൽ ഞാൻ അതിലൊറ്റ ഉത്തരവേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അവർ തീരുമാനിക്കട്ടെ. അവിടെ ക്യാമ്പയിൻ നടത്തട്ടെ, എല്ലാവരും അവർ തീരുമാനിക്കട്ടെ. ഓക്കെ. സ്പീക്കർ എൻ ഷംസീർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അത് കുടുംബ പ്രശ്നമാണ്, അത് അവർ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു പൊതുപ്രവർത്തകന്റെ ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ, ആ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ തീരുമാനമെടുക്കട്ടെ എന്നാണ് എൻ ഷംസീർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം ജനങ്ങൾ ഈ കാര്യങ്ങളിൽ വിധി എഴുതട്ടെ. അതിനപ്പുറം ഈ കാര്യങ്ങളിൽ ഒന്നും പറയാനില്ല എന്നാണ് സ്പീക്കർ എടുത്തിരിക്കുന്ന നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.